നമസ്കാരം പ്രിയപ്പെട്ടവരെ. പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിച്ചിട്ട് 3 മാസമാകുന്നു. പിണറായി അർഹിക്കുന്ന അതേ പരാജയമാണ് ജനങ്ങൾ പിണറായിക്ക് കൊടുത്തത്. അതോടുകൂടി പിണറായി എന്ന പേര് ഉപയോഗിക്കാതിരിക്കണം, അയാൾ വെറുതെ വിടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും വാർത്തയാക്കാം. അല്ലാതെ അയാളുടെയും അയാളുടെ പാർട്ടിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. ഭരിക്കുന്നവരാണ് വിമർശിക്കപ്പെടുന്നത് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ അതിന് അവസരം തരുന്നില്ല ഇവർ. തോറ്റമ്പിയിട്ടും നാണം കെട്ട് പടിയിറങ്ങിയിട്ടും ഇവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണക്കാർ പൊട്ടന്മാരാണ് എന്ന വിശ്വാസത്തിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ, ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങൾ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? വാസ്തവത്തിൽ പിണറായിയുടെയും CPM-ൻ്റെയും വൃത്തികേടുകൾ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഭരണപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. അവരുടെ പിന്നാലെ പോകാൻ പറ്റുന്നില്ല. അത്രമാത്രം ആത്മാർത്ഥതയില്ലാത്ത വൃത്തികെട്ടവന്മാരായി എങ്ങനെയാണ് ഇവറ്റകൾ ഇപ്പോഴും ഈ നാട്ടിലൂടെ ഞെളിഞ്ഞു നടക്കുന്നത്? ഈ ദിവസങ്ങളിൽ ചർച്ചയാവുന്ന 1-2 ഉളുപ്പില്ലായ്മയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തേത് ആശാലത എന്നു പേരുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ, കാസർഗോഡ് ഒരു ക്ലർക്കാണ്. അവർ ജീവൻ ഒടുക്കിയത് അന്യായമായ സ്ഥലം മാറ്റത്തിൻ്റെ പേരിലാണ്. അവരുടെ ജീവൻ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന വിവാദമുണ്ടാകുന്നു. DYFI നേതാവ് VK സനോജ് ഇങ്ങനെ എഴുതി: ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത അന്യായമായ സ്ഥലം മാറ്റത്തിൽ മനംനൊന്ത് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്കായിരുന്ന ആശ ആത്മഹത്യ ചെയ്തെന്നാണ്. ഒപ്പം കണ്ണൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത് വന്ന ദീപലേഖ കൊഴിഞ്ഞു വീണ് മരിച്ചു എന്നാണ്. അന്യായമായ സ്ഥലമാറ്റങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ സജീവ പങ്കാളിയായിരുന്നു ആശ. ദീപലേഖ സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ കൊഴിഞ്ഞു വീഴുക. ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നെന്ന് കരുതുക. എന്തായിരിക്കും ഇതിനോടൊപ്പം കേരളത്തിൽ സംഭവിക്കാൻ പോകുമായിരുന്ന വാർത്താ പ്രളയം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പക്ഷേ ഇതൊക്കെ നടന്ന് VD സതീശൻ സർക്കാരിൻ്റെ കാലത്തായിപ്പോയി. അതുകൊണ്ട് തന്നെ മരണങ്ങൾക്കും വാർത്താ പ്രാധാന്യമില്ലാതായി. UDF വിസ്മയത്തിൻ്റെ രക്തസാക്ഷികൾ ആശയ്ക്കും ദീപാലേഖയ്ക്കും ആദരാഞ്ജലികൾ. ഈ ആശയ്ക്ക് സംഭവിച്ചത് എന്തേ വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്, നിരവധി പോസ്റ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ജോഷി ജോർജ് പൂനിയറയുടെ പോസ്റ്റ് കേൾപ്പിക്കാം. മരണപ്പെട്ട സ്ത്രീ അടക്കം കാസർഗോഡ് കളക്ടറേറ്റിൽ 3 പേർക്കാണ് സ്ഥലമാറ്റം ലഭിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് 2026 മെയ് 12-ന്. പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത് മെയ് 18-നാണെന്ന് മറക്കരുത്. അതായത് പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതിന് 6 ദിവസം മുൻപുണ്ടായ ഒരു സ്ഥലമാറ്റം. മരണപ്പെട്ട ഉദ്യോഗസ്ഥർ എവിടേക്കാണ് സ്ഥലം മാറ്റിയത്? കാസർഗോഡ് കളക്ടറേറ്റിൽ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ 2-ാം നിലയിൽ ഓഫീസിലേക്ക്. നോക്കൂ, ഒന്ന്, ഈ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റപ്പെട്ടു. 2, 1-ാം നിലയിൽ നിന്നും 3-ാം നിലയിലേക്ക് സ്ഥലം മാറ്റി. കാസർഗോഡ് ജില്ലാ റവന്യൂ വിഭാഗത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സൗകര്യത്തിനും വേണ്ടി പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ജില്ലാ കളക്ടർ നടത്തിയ സ്വാഭാവികമായി സീറ്റ് മാറ്റത്തെയാണ് ദൂരെ എങ്ങോട്ടോ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് നടത്തിയ സ്ഥലം മാറ്റമാണെന്ന്, അതുമൂലം അവർ ആത്മഹത്യ ചെയ്യുന്ന വ്യാജ പ്രചരണം നടത്തി ഒരു പാവം സ്ത്രീയുടെ മരണം പോലും കുടിലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നു ഉത്തരവിൻ്റെ കോപ്പികൾ. നോക്കൂ, VK സനോജിനെ പോലൊരു നേതാവ് വ്യാജ പ്രചരണം നടത്തുന്ന ഒരു സംഗതിയുടെ വസ്തുത എന്താണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോവാം. സനോജ് തന്നെ സൂചിപ്പിച്ചിരുന്നു, ദീപലേഖ സ്ഥലമാറ്റത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി KK രാഗേഷ്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, വൈകാരികമായി കുറിച്ചിട്ടുണ്ട്. അത് കേൾക്കുക. സ്ഥലം മാറ്റിയതിൽ മനം നൊന്ത ചൊക്കുളിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ നരഹത്യയ്ക്ക് അധികാരികൾക്കെതിരെ കേസെടുക്കണം. UDF അനുകൂല യൂണിയൻ ഭരണത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ഇടപെടലിന്റെ ഇര കൂടിയാണ് കുഴഞ്ഞു വീണ് മരിച്ച ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖ. സ്ഥലമാറ്റം സംബന്ധിച്ച പ്രയാസം ചൊക്ലി ജനപ്രതിനിധിയോട് സംസാരിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി 3 മാസം കിടപ്പിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ജോലിക്കെത്തിയത്. നടക്കാൻ പ്രയാസമായി. ഇതിനിടയിലാണ് UDF സംഘടന സമ്മർദ്ദത്തെ സ്ഥലം മാറ്റിയത്. രാഷ്ട്രീയ പ്രേരിതമായ 500-ലധികം സ്ഥലമാറ്റം ആരോഗ്യവകുപ്പിനെ തന്നെ നടത്തി. ഭിന്നശേഷിക്കാരടക്കം നിരവധി പേരാണ് തലങ്കം വിലങ്ങ് മാറ്റി. ഇതിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം നിലനിൽക്കുന്ന ഈ മരണം എന്ന് പറഞ്ഞു പോകുന്നു. നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും, ഒരു പാവം ജീവനക്കാരി സ്ഥലം മാറ്റിയത് കൊണ്ട് കൊഴിഞ്ഞു വീണ് മരിച്ചെന്ന്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ ദീപാലേഖയെ ആദ്യം സ്ഥലം മാറ്റുന്നത് 4 മാസം മുമ്പാണ്. 4 മാസം മുമ്പ് അവരെ മാറ്റിയത് മട്ടന്നൂർ നഗരസഭയിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ മട്ടന്നൂർ നഗരസഭയിലേക്കാണ്. ഈ നഗരസഭയിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് സ്ഥലം മാറ്റപ്പെട്ട ദീപാലേഖ തനിക്ക് അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് സർക്കാരിന് കത്ത് കൊടുക്കുന്നു. ദീപാലേഖയെ സർക്കാർ ചൊക്ലിയിൽ നിന്നും കേവലം 16 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പിണറായിയിലേക്ക് സ്ഥലം മാറ്റുന്നു. നോക്കുക, 4 മാസം മുമ്പ് പിണറായി ഭരണകാലത്ത് അവരെ മട്ടന്നൂരിലേക്ക് മാറ്റിയിരുന്നു. കുറച്ചുകൂടി അടുത്ത് പിണറായിലേക്ക് സ്ഥലം മാറ്റി കൊടുക്കുന്നു. അതായത് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർക്ക് ചൊക്ലിയിൽ തന്നെ വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവർ കാര്യം പറഞ്ഞു. പക്ഷേ ദീപയെ മട്ടന്നൂരിലേക്ക് ഇടതുമുന്നണി സ്ഥലം മാറ്റിയ പ്രശ്നമില്ല, കുറച്ചുകൂടി അടുത്തേക്ക് സ്ഥലം മാറ്റിയതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നു. എന്ന് മാത്രമല്ല,
ഇവരെ സ്ഥലം മാറ്റിയാൽ എന്താ കുഴപ്പം? ഇവരെ ദൂരദേശത്തേക്ക് വിട്ടിട്ടില്ല. ഇവരുടെ 16 കിലോമീറ്റർ മാത്രം അകലെയാണിത്. എന്ന് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആഗ്രഹിക്കുന്ന അവരുടെ വീടിനടുത്ത് ജോലി ചെയ്യാനാണ്. അവരുടെ വീട്ടിൽ വന്ന് അങ്ങനെയല്ല, 3 കൊല്ലം കൂടുമ്പോൾ ഇവരെ സ്ഥലം മാറ്റാതിരിക്കാൻ പറ്റില്ല. ഇവരെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊടുക്കാൻ പറ്റുമോ? ഇനി ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഏതറ്റം വരെ ഓടിക്കാം അത്രേ അറ്റം വരെ ഓടിക്കും. തിരുവനന്തപുരത്തുള്ള കാസർഗോഡ് ഓടിക്കും, കാസർഗോഡ് വീടുള്ളവരെ തിരുവനന്തപുരത്തേക്ക്. ഇതാണ് അവർ ചെയ്യുന്നത്. ഈ വൃത്തികേടിന്റെ ഏറ്റവും അങ്ങേറ്റം ചെയ്തവരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇത്രയും നിസ്സാരമായി വിഷയത്തെ കാണുമ്പോഴും. ഇനി നമുക്ക് 46 വയസ്സായിട്ടും പറ്റിയ യുവാക്കളെ കിട്ടാത്തതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുന്ന രാജ്യസഭാ എംപി ഡബിൾ റഹീമിന്റെ ഒരു വീഡിയോയിലേക്ക് പോകാം. റഹീമിക്ക വളരെ വികാരഭരിതനായി ഒരു വളർമതി ടീച്ചറിന് വേണ്ടി പ്രതികരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളർമതി ടീച്ചർ 11 ദിവസമായി നിരാഹാരത്തിലാണ്. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കാൻ പോകും, ലീഗലൈസ് ചെയ്യാൻ പോകും. ഒരു വിട്ടുവീഴ്ചയിൽ വിത്തിൻ 24 hours. 11 ദിവസത്തിനിടയിൽ അവരുടെ ആരോഗ്യനില കൂടുതൽ വഷളായി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്തത്? ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ഈ ആവശ്യങ്ങൾ അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനകം പരിഹരിക്കാമെന്നും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അന്ന് ഉറപ്പ് നൽകിയതായിരുന്നു. അന്ന് ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ ഈ സമരപ്പന്തലായിരുന്ന ഇവർക്ക് അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വീഡിയോ കോളിൽ വന്ന് കൊടുത്ത ഉറപ്പ് ഇപ്പോഴും ശ്രീ കെ സി വേണുഗോപാലിന്റെ വാളിൽ കിടപ്പുണ്ട്. മറ്റെത്രയോ പേർ വന്നു അന്ന് ഉറപ്പ് നൽകി. ആ പറഞ്ഞ വാക്കുകൾ അതുപോലെ പാലിച്ചാൽ ഇവരെല്ലാവരും ഹാപ്പിയാകും. ഈ ജനാധിപത്യ സമരം നന്നായി അവസാനിക്കും. ഈ സമരം ഇത്രയും ദിവസമായി തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ചർച്ച അടിയന്തരമായി നടത്തണം. ഇവരുടെ ജീവിതം വെച്ച്, ജീവൻ വെച്ച് കളിക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്നോടൊപ്പം സഖാവ് വി കെ സനോജ് MLA ഉണ്ട്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി നിവേദനം കൊടുത്തു, ഇവരുമായി ചർച്ച വിളിക്കണം, ചർച്ചയ്ക്ക് അടിയന്തരമായി തയ്യാറാകണമെന്ന്. എന്നിട്ടും തയ്യാറാകുന്നില്ല. എം പി എന്ന നിലയിൽ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നേരിട്ട് രേഖാമൂലം അഭ്യർത്ഥിക്കുകയാണ്. എത്തിക്കാനുള്ളത് അടിയന്തരമായി ഈ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം. ഇവരുടെ ജീവൻ വെച്ച് കളിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾ, ടീച്ചർമാർ ഇവിടെ സമരത്തിലാണ്, നിരാഹാരത്തിലാണ്. വളർമതി ടീച്ചർ 11 ദിവസമായി നിരാഹാരം തുടരുകയാണ്. ഇതിനോട്, ഈ നിരാഹാര സമരത്തോടും ജനാധിപത്യ സമരത്തോടും മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും സർക്കാരും അവസാനിപ്പിച്ച് അടിയന്തരമായി ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുക്കണം. സെക്രട്ടേറിയറ്റ് മുമ്പിൽ 12 ദിവസമായി വളർമതി ടീച്ചർ നിരാഹാരമിരിക്കുന്നു. വളർമതി ടീച്ചർ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണ്. LP സ്കൂളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ 500 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 12,000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പല ജില്ലകളിലും 1ാം റാങ്കിലുള്ളവരെ പോലും നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ പറയും നിയമനം ഉടനടി നടപ്പിലാക്കണം. കുറെ ആഴ്ചകളായി LP സ്കൂൾ അധ്യാപകർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇവരുടെ നേതാവ് വളർമതി ടീച്ചർ, പാലക്കാടുകാരിയെ വളർമതി ടീച്ചർ നിരാഹാരമിരിക്കുന്നു. അതിൽ മനം നൊന്താണ് റഹീമിക്ക അവിടെ എത്തിയതും വികാരഭരിതമായി പ്രതികരിച്ചതും. പക്ഷെ റഹീമിനോട് ചോദിക്കാനുള്ളത് ഉളുപ്പ് ലെവലേശമുണ്ട് എന്നാണ്. ഈ റാങ്ക് ലിസ്റ്റിന് രൂപം കൊടുത്തത് ആരാണ്? പിണറായി വിജയൻ നിയോഗിച്ച PSC ചെയർമാനും PSC മെമ്പർമാരും അടങ്ങിയ കാലത്ത്. ഇത് നിലവിൽ വന്നത് എന്നാണ്? ഏതാണ്ട് 1.25 വർഷം മുമ്പ്. ഇത്രയധികം ഒഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ഇത്രയും കാലത്തിനിടയിൽ നിയമിക്കേണ്ടതല്ലേ? അത് ചെയ്തില്ല. വി ഡി സതീശൻ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉടനടി നടപ്പിലാക്കുമെന്ന്. അത് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധാർഹമാണ്. പക്ഷെ പ്രതിഷേധിക്കാൻ റഹീമിന് എന്ത് അവകാശമാണുള്ളത്? റഹീമിന്റെ പാർട്ടിയുടെ PSC നടത്തിയ പരീക്ഷ, പുറത്തുവിട്ട റാങ്ക് ലിസ്റ്റ്, 1 വർഷക്കാലവും പിണറായി ഭരിക്കുകയായിരുന്നു, നിയമനം നടത്തിയില്ല. ഈ 1 വർഷം ഈ നിയമനം പൂർത്തിയാക്കാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പിണറായിക്കും CPM-നുമാണ്. എന്നിട്ട് ഇപ്പോൾ ചുമതലയേറ്റ വി ഡി സതീശൻ 2 മാസത്തിനകം ഇത് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കരയാൻ എങ്ങനെ സാധിക്കും? നോക്കൂ, ഇത്തരം എന്തെല്ലാം ഇരട്ടത്താപ്പുകളാണ്. കടലിൽ കാണാതെ പോയി ജോണിന് വേണ്ടി CPM നടത്തുന്ന സമരം കൂടി ഇക്കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്. അടുത്ത വീഡിയോ ഈ വിഷയത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഞാനത് വിട്ടുകളയുന്നു. ഇവന്മാർ ഈ വൃത്തികേടുകളും ഇരട്ടത്താപ്പുമായി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്കെങ്ങനെ വി ഡി സതീശൻ സർക്കാരിനെ വിമർശിക്കാൻ സമയം കിട്ടും? ഇവന്മാരുടെ ഇരട്ടത്താപ്പും തട്ടിപ്പും വൃത്തികേടും അവസാനിപ്പിക്കാതെ, സത്യസന്ധത ലെവലേശമെങ്കിലും കാണിക്കാതെ നമ്മൾ എങ്ങനെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ഉത്തരം പറയുക.